വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ 2.0. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലരും ഇനി ചിലപ്പോ വേറെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ട Q&A കണ്ടിട്ട് വരുന്നവരായിരിക്കും. ഞാൻ അതോ അല്ലെങ്കിൽ Q&A നമ്മൾ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് എല്ലാവരും പോയി ഇത് കാണുന്നവർ അതും പോയി കാണും. അത് ഉണ്ണിവാവ വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. ഉണ്ണിക്ക് ലവ് ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും പറയണമെന്നാണ്. അപ്പൊ അതിലൊരു കമന്റ് കണ്ടു, കാത്തു നിന്നോ ഇപ്പൊ പറയുന്നു കേട്ടോ. അപ്പോ ഉണ്ണിക്ക് ലവ് ഉണ്ടെച്ച പറയാൻ ഒരു മടിയില്ല. കാരണം ഇപ്പൊ ഒരാളിനെ സ്നേഹിക്കാന്ന് പറയുന്നത് അത്ര ഒരു തെറ്റൊന്നുമല്ല. ഇപ്പൊ നമ്മള് ഒരു ഉണ്ണിക്ക് കല്യാണം കഴിക്കാൻ പ്രാപ്തിയുള്ള ഒരാളിനെ ഉണ്ണി സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മടിയില്ല. ലവറൊന്നുമില്ല. അപ്പൊ ഇനി ലവറൊക്കെ ആവുകയാണെങ്കിൽ പറയാം. പിന്നെ അതുപോലെ എൻ്റെ ഒരു താല്പര്യപ്രകാരം നല്ല രീതിയിൽ പോയി ഒരു ഇഷ്ടപ്രകാരം ഒരാളിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്നതാണ്. ഈ ലവർ പറഞ്ഞ് പുറകെ പോണതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എല്ലാം പുറമേ നിന്ന് കാണുമ്പോഴുള്ള ഭംഗിയൊന്നും അകത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതിൽ ചതി, വഞ്ചന, സകലതും ചേർന്നതായിരിക്കും ഒരു ലവ് എന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ നല്ലത് അറിയില്ല, ഇനി കുട്ടികളുടെ ഇഷ്ടമാണ്. നമ്മൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇനി അത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങൾ അതൊന്നും അല്ല. ഹോസ്പിറ്റലായിരുന്നപ്പം ഒരു കാര്യം പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ വീഡിയോയില്. കാരണം നമ്മൾ ഇവിടെ കൃഷ്ണനെ കൊണ്ട് വന്നിരുന്ന ഒരു പയ്യനാണെന്ന് പറഞ്ഞില്ലേ, ആ പയ്യൻ അവിടെയും വന്നിരുന്നു ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ കാര്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ധിക്കരിച്ച് വന്നതാണ്. എനിക്കത് ഇഷ്ടമായില്ല. അപ്പം അത് നിങ്ങൾക്ക് മുൻപത്തെ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ ഇട്ടിട്ടുണ്ട് വിശദമായിട്ട് കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ് പിന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ടാൻ അടിച്ചിരിക്കുന്നു ഞാൻ. മമ്മി എനിക്ക് പാക്ക് ഒക്കെ ഇട്ടത്. അതോ വാക്കുട്ടീന്റെ കാര്യമൊന്നും പറയണ്ട. ഭയങ്കര വെയിൽ കൊണ്ടിട്ട് ഒന്നാമത് എനിക്ക് വാക്കുട്ടീന്റെ ദേഷ്യം എന്താ വെച്ചാൽ വാക്കുട്ടി ശരീരം നോക്കില്ല, ഒരു പാല് കുടിക്കില്ല, ഒരു സാധനം ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ എന്നും വാങ്ങി വെക്കും. ഞാൻ പറയാം ഡെയിലി ഒരു അനാറ് കഴിക്കി എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. ഞാൻ അതിന്റെ തോലെടുത്ത് വെച്ചിട്ടുണ്ടാവും. തോല് പൊളിച്ച് കഴിക്കാൻ മടിയാണ്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ, എങ്കിൽ പോലും കഴിക്കില്ല. എല്ലാത്തിനും അവൾക്ക് മടിയാ. അപ്പൊ ഇപ്പൊ വയ്യാണ്ടായപ്പോ അവള് പഠിച്ചു. ഇപ്പൊ മമ്മി എന്ത് തന്നാലും ബ്ലഡ് ഒക്കെ ഇല്ലാന്ന് തോന്നുന്നത് എനിക്ക്. ഇപ്പൊ എന്ന് പറയണേ മമ്മി എന്ത് തന്നാലും വാവ കഴിക്കാട്ടോ, മമ്മി തന്നാ കഴിക്കാട്ടോ പറഞ്ഞു. അതിന് മുൻപ് ഞാൻ ചെയ്യുമ്പോ അവൾക്ക് ഇന്നൊരു വില ഇല്ല. ഇനിയിപ്പോ ജ്യൂസ് അടിച്ചു കൊടുക്കണം ഇപ്പൊ പോയിട്ട്. ഞാൻ ഇപ്പോഴും ഇല്ലേ, ഇപ്പോഴും ഇവരുടെ പുറകെ ഇവരെന്നെ നോക്കേണ്ട. എൻ്റെ ഏട്ടൻ വന്നിരുന്നു കേട്ടോ, എൻ്റെ ബ്രദർ വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ പറയാ ഇതൊക്കെ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുക, നിനക്ക് വെയ്യല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ അമ്മമാരല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എത്രയൊക്കെ ആയാലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണോണ്ട് എനിക്ക് ഇതില്ലാന്ന്. അപ്പൊ അവൻ പറയാ തമാശന് അവര് സോപ്പിട്ട് നിന്നോട് ഉണ്ടാക്കിപ്പിക്കുകയാണെന്ന്. സത്യമാണ് മമ്മി, ഞങ്ങൾ ഉണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടായില്ലേ മമ്മി, അതിന്റെ കളറ് അതൊക്കെ പറയും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. എനിക്കിതാ പറയുമ്പോഴേക്കും എനിക്ക് വായിക്കുകയാണ്. ഞാൻ മിനിറ്റോളം കൊണ്ട് ഞാൻ ഉണ്ടാക്കും. എനിക്ക് അതിന് മടിയൊന്നുമില്ല. പക്ഷെ വഹിക്കണം, അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. യുവർ ഹെയർ ലുക്ക് സോ നൈസ്. ഹെയർ കെയർ റുട്ടീൻ ഒന്ന് പറയുമെന്നാണ് ഉദ്ദേശിച്ചത്. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഹെയർ കെയർ വീഡിയോ ഇടാം. പിന്നെ ഹെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തതല്ലാട്ടെ. എൻ്റെ ഹെയർ ഇങ്ങനെ തന്നെയാണ്. ഞാൻ കുറച്ചൊക്കെ ചെറുപ്പത്തിലും എൻ്റെ ഹെയർ ഇങ്ങനെ ഓരോരോ മുടിയായിട്ട് നിൽക്കും. അന്ന് ഇതിനേക്കാളും വണ്ണുണ്ടായിരുന്നു. ഇത്ര ഇറക്കുണ്ടായിരുന്നില്ല, പക്ഷെ ഇതിനേക്കാളും വണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളൊക്കെ വന്നിട്ട് ചേച്ചി ഒന്ന് തൊട്ട് നോക്കട്ടെ, വെപ്പ് മുടിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അന്ന് തന്നെ എൻ്റെ മുടി നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ പോയതാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പം ഇങ്ങനെയും ഒരു പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പൊതുവെ ഹെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കെയർ ചെയ്യണം എന്ന് പറയണത് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ഇടാം കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടാത്ത ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് Q&A അല്ലേ, അപ്പോൾ ഇതെന്തായാലും ഭയങ്കര ലോങ്. അപ്പം ഞാൻ അതിനൊരു വീഡിയോ ഇടാം. പൊതുവെ നല്ലൊരു ഹെയർ ആണ്. പിന്നെ നമ്മളത് ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതൊന്നും കൂടി നന്നായി മാറും കേട്ടോ. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഹെയറിനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അമ്മ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, മുടി കൊഴിച്ചിൽ മാറാൻ ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട്. ഞാൻ ഏതാ ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കങ്ങനെ കറക്റ്റ് അങ്ങനെ ഇന്ന ഓയിലൊന്നുമില്ല. ഞാൻ തലവേദനയ്ക്ക് ഇപ്പോൾ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് മൈഗ്രെയിൻ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് മുൻപ് ഞാൻ കഞ്ഞുണ്ണിയാതി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു മരുന്ന് ഇത് മറ്റേ ആയുർവേദത്തിൽ നിന്ന് വാങ്ങിക്കുന്നതായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവര് ഇപ്പൊ ഞാൻ എണ്ണ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇല്ല ഞാൻ എന്നെ കാഴ്ച ചെയ്തിരുന്നത്. അപ്പൊ എന്താ ഞാൻ ഹെയർ കെയർ വീഡിയോ ഇടാം. എനിക്കില്ല എങ്ങനെ ഐസും കട്ടപ്പിട്ട് കഴിക്കുമ്പോൾ ഇതാണ് തരാട്ടോ. ഐസും കട്ട കഴിക്കാൻ വരും.
പിന്നെ ഉണ്ണിച്ചക്കൻ എവിടെയാണ്? വാവ ചേച്ചിക്ക് ലവ് ഉണ്ടോ? ലവ് യു മമ്മി ആൻഡ് ഉണ്ണി വാവ. ഉണ്ണിച്ചക്കൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, അവൻ ജോലി സ്ഥലത്താണ്. വാകുട്ടി ലവ് ഉണ്ടോ? വാകുട്ടിക്ക് ലവ് ഉണ്ട് കേട്ടപ്പോ, വാകുട്ടിക്കൊക്കെ ലവ് ഉണ്ട്. നിങ്ങൾ ഇല്ലാന്ന് വാകുട്ടിനെ അങ്ങനെ ഇതാക്കണ്ട, വാകുട്ടിക്കൊക്കെ ലവ് ഉണ്ട്. വാകുട്ടി പിന്നെ വാകുട്ടിയുടെ ക്രൈം പാർട്ട്ണർ ഞാനാ. സകല കാര്യം എന്നോട് പറയും, പുറത്ത് പറയാനും പാടില്ല. ഞാനേ മറ്റേ കൂലിക്ക് പ്രാർത്ഥിക്കാൻ കൂലിക്ക് ആളിനെ വെച്ച പോലെ എന്നെ അവള് വെക്കുക, പുറത്ത് പറയാൻ പാടില്ല. ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് മമ്മി എനിക്ക് ദോശ ഉണ്ടാക്കി തന്നപ്പോ ഞാൻ ഉച്ചത്തെ ആ ദോശ കഴിച്ചു. അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടാ ഫുഡ് കഴിക്കുമ്പോട്ടേന്ന് വേണ്ട അടുത്ത് കഴിഞ്ഞിട്ട് പോവാ. വാവയ്ക്കില്ല, അത് എന്റെ കൂട്ടി ചോറിട്ടില്ലല്ലേ. അവിടെ കണ്ടപ്പോ സൂപ്പർ. മമ്മി ഇപ്പൊ ഒരു സംഭവം ഉണ്ടാക്കും. മമ്മി ഇപ്പൊ ഒരു ഡയറ്റിലാണല്ലോ, മമ്മി ഫുഡ് ചോറ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ മമ്മി ഓരോ കറികള് ഓരോ സംഭവം ഉണ്ടാക്കും, വെറുതെ കഴിക്കാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റാണ്. മമ്മി അറിയോ അതൊന്നുമില്ല, അതെന്തോ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിന്റെ താഴെ ഒരു കമന്റ് ആണ്, വാവയ്ക്ക് ലവ് എന്ത് മണ്ടത്തര ചോദ്യമാണ്. കാരണം അവരുടെ മനസ്സിൽ വാവക്കുട്ടി ചെറിയ കുട്ടിയാണ്. അതൊന്നല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ പറയൂ, അതാണ് ഒരു അല്ലല്ല, വാവക്കുട്ടി ചെറിയ കുട്ടിയാണ്, അതിനൊക്കെ ലവിന്റെ പ്രായം ആയോ എന്നാണ് ആ കമന്റ് ഉദ്ദേശിച്ചത്. അതെന്നെ ഉദ്ദേശിച്ചത് ഈ ടീക്കിരിയാണ് ഈ വലുതായിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മമ്മിക്ക് സ്കൂട്ടി ഓട്ടിക്കാൻ അറിയില്ലേന്ന് പറഞ്ഞു കൊടുക്ക്. 2 കുട്ടികളും വലിയൊരു ബാഗ്, അപ്പൊ 3 ആള് കയറി പോലെയല്ലോ. അങ്ങനെ പോയിട്ട് നമ്മൾ എന്നും മണിയും വഴക്കി. പിന്നെ ഞങ്ങൾ പോവാ മമ്മിക്ക്. ഞങ്ങള് വെക്കേഷൻ ആയി കഴിഞ്ഞാ ഞങ്ങളുടെ 2 മാസത്തിലുള്ള ലഗേജ് ഈ വണ്ടിയിലേക്ക് മാസത്തിലുണ്ട്. നിങ്ങൾ ആലോചിക്കണം അപ്പൊ എത്ര ലഗേജ് ഉണ്ടാവും. ഫ്രണ്ടില് ബാക്കില് ഞങ്ങളുടെ തോളത്തുണ്ടാവും, എല്ലാം ഉണ്ടാവും. മമ്മി ഞാനും ഉണ്ണി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞങ്ങള് സ്കൂട്ടിയിൽ പോകും. ഞാൻ സ്കൂട്ടിയൊക്കെ ഓടിച്ചിരുന്നു. മമ്മി ഭയങ്കരമായിട്ട് എടുക്കലില്ല, വേറെ സ്കൂട്ടി ഓടിച്ചിരുന്നു. നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇത്ര പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതൊക്കെ വന്നു. ഭയങ്കര വിഷമമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്. ശരി, എല്ലാവരും ഇങ്ങനെ സ്കൂട്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോ എനിക്ക് സങ്കടം വരും. എനിക്കത് പറയുമ്പോഴേക്കും സങ്കടം വരുന്നുണ്ട്. കാരണം ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നത് നമുക്ക് പിന്നെ വയ്യാണ്ടായിട്ട് ഇപ്പൊ ഇങ്ങനെ വണ്ടിയൊക്കെ കാണുമ്പോ സങ്കടം വരും. കാരണം നമ്മള് കുറെ ഓടിച്ചൊക്കെ നടന്നല്ലേ. പക്ഷെ ഇപ്പൊ ഒന്നിനും നമുക്ക് പറ്റില്ലല്ലോ വെച്ചിട്ട്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് മമ്മി ഒരു ബ്രേക്ക് എടുത്തത് എപ്പോഴാന്ന് അറിയാം? സ്കൂട്ടി ഓടിക്കണേല് മമ്മി ഇങ്ങനെ സ്റ്റെപ്പ് എന്തോ വീണുണ്ടായിരുന്നു. അപ്പൊ കാല് ഭയങ്കരമായിട്ട് അതെ, അപ്പൊ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ വയ്യാത്ത ഒരു ഇതിൽ തന്നെ മമ്മി ഇങ്ങനെ നിർത്തിയതാണ്. കാരണം മമ്മിക്ക് കൈ ബലമില്ലാത്ത അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നിയിട്ട് മമ്മിക്ക് പിന്നെ ദൂരത്തുനിന്ന് വണ്ടി വരുമ്പോ പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് മമ്മി അങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ. ഓക്കെ, പോട്ടെ. പിന്നെ പ്ലീസ് മമ്മി ഇതൊന്ന് ഉണ്ണിയെ കൊണ്ട് പറയിപ്പിക്കണം പ്ലീസ്. ഉണ്ണിയുടെ ഡയറ്റ് പ്ലാൻ ഒന്ന് പറയൂ. നിങ്ങളോട് ചോദിക്കുമ്പോൾ ഉണ്ണി വീഡിയോയിൽ പറഞ്ഞത് ഉണ്ണിക്ക് കുറച്ചുകൂടി തടി വെച്ചിട്ട് പറയണം. ബട്ട് ഒന്ന് പറയൂ പ്ലീസ്. കാരണം കളിയേക്കൽ കേട്ടും അടുത്തു, അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് പറയുന്നു. പ്രതീക്ഷിക്കുന്നു. ലവ് യു ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. തീർച്ചയായും ഞാൻ ഉണ്ണിനോട് പറയാം. എന്താ വെച്ചാൽ അതിനെ കുറിച്ച് മമ്മി വരുന്നുണ്ട്. തീർച്ചയായും പറയാം. പിന്നെ ഇത് എടുക്കാൻ കുറച്ച് കഷ്ടമുണ്ട്, അതുകൊണ്ടാണ് നമ്മള്. അപ്പൊ എന്തായാലും ഞാൻ അടുത്തന്നെ ആയിട്ട് അതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിട്ടെങ്കിലും ഇടാൻ പറയാം. അപ്പൊ അതെന്തായാലും ഞാനൊന്ന് ചെയ്യാതെ ഇടാൻ പറയാം. നിങ്ങൾ ഒന്ന് ഓർക്കണം, ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. ജ്യൂസിന്റെ കാര്യം മാത്രം പറഞ്ഞു, അത് ഞാനൊരു ഷോർട്സ് ആക്കിട്ട് ഇടാം. ഇപ്പൊ ഉണ്ണിയുടെ തടിയുടെ കാര്യങ്ങൾ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടില്ലെങ്കിൽ ഞാൻ എല്ലാം ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ചാനൽ കാണുന്നവരും ആ ചാനലിലുള്ളവർക്കും എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. പിന്നെ ഈ ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന ഭംഗിയും സൗന്ദര്യവും വെളുപ്പും കറുപ്പും എല്ലാം. ഇപ്പൊ ഞാൻ ഒരു എന്താ പറയുക, ഒരു ഇത് ഓടിക്കൊണ്ടിരിക്കണ്ടല്ലോ, സത്യഭാമ പറഞ്ഞ ചേച്ചിയെ കുറിച്ചിട്ട്. അവർക്ക് എന്തായിരുന്നു പ്രശ്നം? അതൊന്നും ഒരിക്കലും നമ്മൾ കളറിനെ വെച്ചിട്ട് പറയാൻ പാടില്ല. നമുക്ക് തന്നെ ചില കമന്റുകൾ വരുമ്പോൾ എൻ്റെയൊക്കെ ചങ്ക് പൊട്ടാറുണ്ട്. ഭംഗിയിലാണോ നിങ്ങൾ ആൾക്കാരനെ വിലയിരുത്തുന്നത്? നിങ്ങളല്ല,
ഈ പറയുന്ന ആൾക്കാർ, ഈ കളിയാക്കുന്ന ആൾക്കാർ കേട്ടോ, നമ്മൾ ഒരിക്കലും ഒന്നും കൈയില്ലാത്ത ആൾക്കാരുണ്ട്, കാലില്ലാത്ത ആൾക്കാരുണ്ട്, കണ്ണ്, നമ്മൾക്കൊക്കെ ദൈവം എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറിന്റെ പേരിലോ കുറച്ച് തടി ഇല്ലാഞ്ഞിട്ടോ, കുറച്ച് തടി കൂടിപ്പോയാൽ പറയും തടി കൂടി, അങ്ങനെയാണ് ഇങ്ങനെ. തടി ഇല്ലച്ച പറയും ഇല്ല. കുറച്ച് കറുത്ത് കഴിഞ്ഞാൽ പറയോ കറുത്തിട്ടാ. എന്ത് മനുഷ്യരല്ലേ, എല്ലാവർക്കും മരിച്ചു പോകേണ്ടതാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ, എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ, സത്യം ഞാൻ പറയണത്. നമ്മൾ ഈ തമാശനെ പോലും ഒരാളിനെ ഇങ്ങനെ ഇതാക്കണത് ഒരു ഇതല്ല. ഞാൻ ആലോചിക്കട്ടെ, കയ്യും കാലും ഇല്ലാണ്ട് എത്രയോ ആൾക്കാര് നമ്മളെ പോലെ നടക്കാൻ പറ്റാണ്ടിയും, കണ്ണില്ലാണ്ട് നമ്മളെ പോലെയുള്ള ഈ ഭംഗിയുള്ള ലോകം കാണാൻ പറ്റാണ്ടിയും, ചെവി കേൾക്കാണ്ടിയും എത്രയോ പേര് അറിയിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാണ്ടിയും ഒരുപാടുള്ള ലോകത്ത് നമ്മൾക്ക് പരിഹസിക്കാനുള്ള എന്താ അർഹതയുള്ളത്? എന്താ അതിന് മാത്രം നമുക്കുള്ളത്? ഇന്ന് കണ്ട ആൾക്കാരെ നാളെ കാണുന്നില്ല. ഞാൻ വിചാരിക്കും ആൾക്കാർ ഇങ്ങനെ കടന്ന് ഓരോന്ന് അഹങ്കാരം പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്തിനാ അങ്ങനെ കാണിക്കുന്നത്? കാരണം ഇന്ന് കണ്ട ആൾക്കാർക്ക് നാളെ ഒരു അസുഖം കൊടുത്താൽ തന്നെ മതി നമ്മൾക്ക് എല്ലാം നമ്മളെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു ഇതില് നമ്മൾ പറയാൻ പാടില്ല കേട്ടോ, വളരെ മോശമാണ്. ചലഞ്ച് വീഡിയോ ചെയ്യുമോ, ലൈവ് വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. ലൈവ് ഞാൻ വരാൻ വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാം. ലൈവ് ഞാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഉണ്ണിവാവിടെ ഹൈറ്റും വെയിറ്റും ചോദിച്ചിട്ടുണ്ട്. ഉണ്ണി എത്ര വെയിറ്റ്? വാ കുട്ടി എത്ര വെയിറ്റ്? ഞാൻ ഇപ്പൊ ഇന്നാളെ നോക്കിയപ്പോ 47. ഉണ്ണി എത്ര 50 എത്ര ഉണ്ട് കേട്ടോ, 53 55. ഞാൻ 48 ആയിരുന്നു എന്റെ വെയിറ്റ്. ഞാൻ കുറഞ്ഞപ്പോ ഒന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി. മമ്മി ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ പോലും ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു സ്പാ ചെയ്തിട്ടുണ്ട്. അത് എത്ര 2010 സ്പാ നമ്മുടെ ഹെയർ അത് 2010 അത് ചെയ്തതിന് ശേഷം എനിക്ക് മുടി കൊഴിച്ചിൽ വന്നതിന് ശേഷം ഞാൻ ഒരു വട്ടാട്ടോ എനിക്ക് എന്റെ നല്ല വണ്ണുള്ള മുടി അങ്ങോട്ട് കൊഴിയാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അത് 2010 ചെയ്തത്. അതിനുശേഷം ഞാൻ എന്റെ തലയിൽ ഞാൻ ഹെയർ കട്ട് വെട്ടും, ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടിയിടും. പക്ഷെ ഞാൻ ഹെയറിൽ ഒന്നും ചെയ്യില്ല കേട്ടോ. നെയിൽ പോളിഷ് കളക്ഷൻ ചെയ്യുമോന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്തേക്കാം. മമ്മി സോ യങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഹെയർ കെയർ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ചെയ്യാം. ഏജ് എത്രയും നിങ്ങൾക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 39. 19 ഉണ്ണിക്ക്. മമ്മി ഹെയർ ഗ്രോത്ത് ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് ഞാൻ വീഡിയോയ്ക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ മമ്മിയുടെ ഹെയർ മുറിച്ച് കളഞ്ഞ് പിന്നെ വളർന്നില്ല, അത് ഗ്രോത്ത് ആവാൻ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുമെന്ന്. ഞാൻ ഇത്രയ്ക്കും മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കത് വളർന്നതാണ്. എന്റെ മുടി പിന്നെ പെട്ടെന്ന് നല്ല പറഞ്ഞു കേട്ടോ. കാരണം പെട്ടെന്ന് മമ്മി ഇങ്ങനെ മുടിയോട് ഷോർട്ട് ആയപ്പോ മമ്മിനെ കണ്ടിട്ട് അപ്പൊ പിന്നെ അത് പെട്ടെന്ന് വളർന്നു. ഒന്നും ചെയ്തിട്ടല്ല, തനിയെ വളർന്നതാണ്. നാച്ചുറൽ പാക്കുകളൊക്കെ ഇടാറുണ്ട് മമ്മി. അത് ഞാൻ വല്ലപ്പോഴും ഒക്കെ എനിക്ക് തലവേദനയൊക്കെ വരുമ്പോ ഞാൻ കറ്റാർ വാഴയുടെ പാക്ക്, പിന്നെ അതുപോലെ ഫ്ലെക്സൈഡിന്റെ ഒക്കെ ഇടാറുണ്ട്. ഫ്ലെക്സൈഡൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ എനിക്ക് തലവേദന വരുന്നെന്ന് തോന്നുമ്പോൾ ഞാൻ തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി അതൊക്കെ ഇടാറുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതാണ്. ഒരുപാട് പാക്കുകളുണ്ട്. അപ്പൊ ഞാൻ ഉണ്ണി ഭാവിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട്. നമ്മൾ ഒരു പണി ചെയ്യണതും വീട് കൊടുക്കലും രണ്ടും കൂടി നടക്കില്ല. അപ്പൊ ഞാനും ഉണ്ണിയൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലെക്സീഡിന്റെ പാക്കാണ്. അപ്പൊ നമ്മള് വല്ലാണ്ട് നമ്മൾ ഇതാവുമ്പോ ഇത് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഷ്ടമാവും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും, അത് എന്തെങ്കിലും തേച്ചു കൊടുക്കും. അതാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഞാൻ ഇടാം. ഓക്കെ. ചേച്ചി നിങ്ങളെ കാണാൻ എന്താ ചെയ്യുക? അപ്പോൾ ചേച്ചി നിങ്ങളെ കാണാൻ എന്താണ് ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്നത്. കാണാൻ ഇപ്പം എന്താ ചെയ്യുക, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കൂ. നിങ്ങൾ എപ്പോഴാണ് കാണാനെന്ന് ആഗ്രഹം ഉണ്ടെച്ചാൽ നമ്മൾക്ക് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹം പറഞ്ഞ് വന്ന് കണ്ടിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നമ്മളെ കാണാൻ ആഗ്രഹം ഉണ്ടെച്ചാൽ നമ്മൾക്ക് കാണാം. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഹൗസ് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലാണ്. ഉണ്ണിക്കും വാവിക്കും ലവ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. കോളേജിൽ പ്രപ്പോസൽ വന്നിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ടോ വാക്കുട്ടിക്ക് പ്രപ്പോസൽ? വാക്കുട്ടിക്ക് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. വാക്കുട്ടി ചിലതൊക്കെ റിജക്ട് ചെയ്തു, ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്തു, ചിലതൊക്കെ റിജക്ട് ചെയ്തു. അങ്ങനെ എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2 മക്കളാണ്. ഉണ്ണിച്ചക്കനെയും മക്കളായിട്ട് കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ. മകൻ തന്നെയാണ്, പക്ഷെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. മകനെ പോലെയാണ്.
വീട് നല്ല മിസ് ചെയ്യുന്നുണ്ടല്ലേ. പണ്ടൊക്കെ നമ്മുടെ ഞങ്ങളുടെ പണ്ടത്തെ വ്ളോഗുകളൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റൂട്ടോ, നല്ല രസമാണ്. ഒറ്റപ്പാലത്ത് എവിടെ ശരിക്കും ചോദിച്ചിട്ടുണ്ട്. നമ്മള് പാലപ്പുറത്തിനൊക്കെ അടുത്താണ് കേട്ടോ. പാലപ്പുറം പോസ്റ്റാണ്. ആനിവേഴ്സറി എന്നാ ചോദിച്ചിട്ടുണ്ട് മമ്മിയും പപ്പടയും. സെപ്റ്റംബർ 3-നാണ് ഞങ്ങളുടെ ആനിവേഴ്സറി. ഈ മാസം എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് 27-ാം തീയതി കേട്ടോ. അതുകൂടെ ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിലയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാലോ. അവരെനിക്ക് ഈ മാസം 27 എനിക്ക് വിഷൊക്കെ ചെയ്താലോ. അതെന്തോ നാളാണ് നോക്കണ മമ്മി. മമ്മിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. വാവ ഇപ്പൊ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഇന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ പഠിക്കുന്ന കാര്യമാണ് വെച്ചാ BCA പറഞ്ഞ ചില ഇപ്പൊ പുതിയതായിട്ട് ഇതായോണ്ട് ഫുള്ളായിട്ട് പറഞ്ഞുതരാ. ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ. ചെന്നൈ ഉള്ളവർ നിങ്ങളുടെ ആരാ ചോദിച്ചിട്ടുണ്ട്. ഒരു വട്ടം ചോദിച്ചു, റിപ്ലൈ തന്നില്ല, എന്ന് കണ്ടിട്ടുണ്ടാവില്ല. ചെന്നൈയിൽ എൻ്റെ മൂത്ത ചേച്ചിയാണുള്ളത്, അവരുടെ മക്കളും ഒക്കെയാണ്. പിന്നെ എൻ്റെ ബ്രദറ് ചെന്നൈയിൽ, അവൻ ഗൾഫിലായിരുന്നു. എൻ്റെ ആങ്ങളാട്ടം, എൻ്റെ നേരെ മൂത്ത ചേട്ടൻ, എൻ്റെ ബ്രദർ. അപ്പൊ അവൻ ഇപ്പൊ ചെന്നൈയിൽ ബിസിനസ്സാണ്. ബിസിനസ് അല്ല, അവൻ ഒരു കമ്പനിയൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ മമ്മിയുടെ ഹെയറിന്റെ തന്നെ ചോദിച്ചിരിക്കുന്ന കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ ഷോർട്ട് ആയിരുന്നു, ഇപ്പൊ പെട്ടെന്ന് ലെങ്ത് വെച്ചൊന്ന്. അത് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളുണ്ട്. നമ്മൾ മുടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയാണ്. പിന്നെ ഇതൊക്കെ ഒരു പാരമ്പര്യമാണ് ഒന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയാണ്. എത്ര ഇല്ലാത്ത ആൾക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും, പക്ഷെ അത് അതിൻ്റെതായ രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. നമ്മളെന്താ അങ്ങനെ മുടിയില്ലാത്ത അങ്ങനെയുള്ളവരാണ് നന്നായി കെയർ ചെയ്താൽ മതി. അതിനനുസരിച്ച് നല്ല പ്രയത്നിക്കണം. മടിയുള്ളവരൊക്കെയാണ്. ഇപ്പൊ ഒരു റീൽ ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഏതേലും കമന്റ് കൊണ്ട് അസ്വസ്ഥ ഫീൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇവര് പറയുന്നത് ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല, വന്നിട്ടുണ്ടാവും എന്നാ പറയുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തീർച്ചയായും നെഗറ്റീവ് വരും അറിഞ്ഞിട്ട് തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ നമ്മള് ഇതില് നെഗറ്റീവ് വരും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ നിൽക്കുന്നത്. നെഗറ്റീവ് കമന്റ് വരാത്തൊരു യൂട്യൂബ് ചാനലും ഉണ്ടാവില്ല, ഒരു ഇൻസ്റ്റാഗ്രാമും ഉണ്ടാവില്ല. കാരണം ഒരു കമന്റെങ്കിലും വരാത്ത ഒരാൾക്കാരും ഉണ്ടാവില്ല. ഇതിനൊന്നും നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കമന്റ്സ് വായിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കമന്റ്സ് വായിക്കില്ല. പിന്നെ നെഗറ്റീവ് കണ്ട അങ്ങനെ മൈൻഡ് മുന്നേ നമുക്ക് വിഷമം ഉണ്ടായിരുന്നു, എന്താ ആൾക്കാർ ഇങ്ങനെ. അപ്പൊ എനിക്കിപ്പോ മനസ്സിലായി, നമ്മുടെ കൂടെ നിൽക്കുന്നവരടക്കം ചതിക്കും. നമ്മുടെ അമ്മ അച്ഛനല്ലാത്തവരൊക്കെയും ചതിക്കും. അപ്പൊ പിന്നെ ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ എവിടെയോ കിടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്താ നമ്മളെ കുറിച്ച് അറിയാം? അവരിട്ടിട്ട് പോട്ടെ, അവര് ഹാപ്പി ആവുകയാണെന്ന് വെച്ചാൽ ആവട്ടെ എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഒന്നും വരാറില്ല. പിന്നെ അവർ പറയുന്നുണ്ട് നല്ല കുട്ടികളായിരുന്നു, ഡ്രസ്സ് ഇപ്പൊ കണ്ടില്ലേ, ട്രൗസറാണോ വീട്ടിലിടുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞിട്ടും ഒരുപാട് ഏജ് ആയിട്ടുള്ളവരും ഒക്കെ ഇന്ന് ഡ്രസ്സിങ് ഒക്കെ ഒരുപാട് ശ്രദ്ധിച്ച് ട്രൗസറാണ് അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. പിന്നെ ഈ രണ്ട് ചെറിയ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യണതിന് നമ്മള് ഇപ്പൊ ട്രൗസർ, അതൊക്കെ അവർ കംഫർട്ടബിൾ ഡ്രസ്സാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇടുന്നു. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു കംഫർട്ടബിൾ ഡ്രസ്സാണ്. അല്ലാണ്ട് നമ്മള് ഒരാളിനതാക്കുന്ന ഡ്രസ്സ് നമ്മളെ ചോയ്സാണ്. അത് നമുക്ക് ഒരു വൾഗർ അല്ലാത്ത രീതിയിൽ നമുക്ക്. പിന്നെ കുറച്ച് വയറ് കണ്ടു വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് അതിലൊന്നും അല്ല നമ്മളുള്ളത്. നമ്മള് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ എല്ലാവരും ഇടുന്ന ഡ്രസ്സല്ലേ, അതൊന്നും വിഷയമില്ല കേട്ടോ. ഉണ്ണിക്കും ഭാവിക്കും ലവ് മാരേജ് ആണ് ഇഷ്ടം ചോദിക്കുന്നത്. ഉണ്ണി ജിമ്മനോയി അങ്ങനെ എനിക്കിപ്പോ മാരേജിനോട് ഒരു ചിന്തയില്ല. എനിക്ക് വരുമ്പോ പറയാം. അതെ, നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് അവിടെ ഒന്നും അല്ല, കല്യാണമൊക്കെ എന്തായാലും കഴിക്കാണ്ടിരിക്കൊന്നുമില്ല. പക്ഷെ സമയമാവട്ടെ. എന്തായാലും ഒരു 23-24 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു. കല്യാണം പിന്നെ എന്ന് എന്റെ മണ്ടയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഇഷ്ടം. അത് വെച്ചിട്ട് ഞാൻ അവിടെ വന്നിരിക്കാം. ഇവര് വീട്ടിൽ പോയിരിക്കും, ഇവര് ചോറും കൂട്ടാൻ ചേർത്തെ കുറെ നമ്മുടെ മണ്ടയ്ക്ക് കയറൂലോ.
ഇങ്ങനെ കൊണ്ടൊന്നും ഇത്താങ്ങ അതൊന്നും നടക്കില്ല. പിന്നെ 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 കൂട്ടായിട്ട് ഇരിക്കുമ്പോഴേ വേണ്ട വേണ്ട എനിക്ക് അങ്ങനല്ല, എന്റെ മനസ്സിൽ ഇതാണ് എന്റെ വീട്, പിന്നെ ഇങ്ങടെ പോണം അങ്ങനെ. അതൊക്കെ അപ്പൊ ശരിയാവും. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ സത്യം പറയാം ഇതാണ് നമ്മളെ വീട് നമുക്ക് തോന്നുന്നു. അതൊക്കെ ശരിയാവും കാക്കൂട്ട. മമ്മി യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ഇൻകം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാനേജ് ചെയ്യുന്നത് വീട്ടാവശ്യങ്ങൾക്ക് എടുക്കും കേട്ടോ. വീട്ടാവശ്യങ്ങൾക്ക് നമ്മളെ കാര്യങ്ങള്, അവരുടെ പഠിക്കേണ്ട കാര്യങ്ങള്, പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പൊ ഫാമിലിയിൽ എന്തെങ്കിലും നമ്മൾ കല്യാണങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യും. അല്ലാതെ ഞാനത് എൻ്റെ ഒരു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെക്കാറില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഏട്ടനും ചെയ്യും, ഞാനും ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് സേവിങ്സ് കാര്യങ്ങളൊക്കെ അതും ചെയ്യും കേട്ടോ. കാരണം നമ്മൾക്ക് ഇത് കിട്ടുമ്പോൾ അതിലൊരു ഓഹരി ഞാനൊരു സേവിങ്സ് എൻ്റെ മക്കളുടെ കാര്യങ്ങൾക്ക്, കല്യാണ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴേക്കും അത് വെച്ചിട്ട് ഞാൻ അതും ചെയ്യാറുണ്ട്. പിന്നെ വീട്ടാവശ്യങ്ങൾക്ക്, പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക്, പിന്നെ അത്യാവശ്യം നല്ല ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ വരുന്നതിനനുസരിച്ച് അതേപോലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങനെ ദൂരത്ത് ചെലവൊന്നും ഞങ്ങൾ ചെയ്യില്ല. എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. വെജിറ്റബിൾസ് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഞാൻ ഒന്നിച്ച് ഒരാഴ്ചക്കുള്ള ഒന്നിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ അങ്ങനെ ഓവറായിട്ട് ഡ്രസ്സ് എടുത്തിട്ട് കാശ് കളയുക അങ്ങനെ അതല്ല. ഡ്രസ്സ് ഇഷ്ടംപോലെ എടുക്കും ഞാൻ. 2000 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ 2000 രൂപയ്ക്ക് ഒരു 3-4 ഡ്രസ്സ് അങ്ങനെയാണ് ഞാൻ എടുക്കാട്ടെ. പിന്നെ ഇവരാണ് ഇത്തിരി കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ എടുക്കാൻ. പിന്നെ അവർ പറഞ്ഞ അവരുടെ ഒരു ട്രെൻഡിനുള്ള ഡ്രസ്സ് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നമ്മുടെ കൂടെ വെച്ചിട്ട് ഞാനത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എത്ര സിബ്ലിങ്സ് ആണ് മമ്മിക്കുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. 3 ചേച്ചിയോള്, ഒരേട്ടൻ, ഒരു ഞാൻ. അപ്പൊ 5 ആള്. 4 സിബ്ലിംഗ്. മമ്മിക്ക് 4 സിബ്ലിംഗ്. ഞാനാണ് ചെറുത് വീട്ടിലെ കുഞ്ഞി. ഞാനാണ് ഇവിടുത്തെ ഉണ്ണി മൂത്തത്. എനിക്ക് കുട്ടിയുടെ ഒരു പരിഗണന തരുന്നില്ല ഗൈസ്. നിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ പ്ലീസ്? എവിടെയാ ഉണ്ണിയുടെ ശരിക്കും നെയിം എന്താ, വാവയുടെ നെയിം എന്താ, മമ്മിയുടെ നെയിം ഒക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുമോ? ഞാൻ മമ്മി, ഇവൾ വാവ, മറ്റോൾ ജിമിൻ. മമ്മി നിക്കി എന്റെ പേര് മിനി കൃഷ്ണ, ഇവള് ഗീതു കൃഷ്ണ. പിന്നെ പിന്നെ മമ്മി മമ്മീന്റെ ആരാ ചെന്നൈയിലുള്ളത്? വാവ ചെന്നൈക്ക് അധികം പോവലില്ലേ? മമ്മിക്കും പപ്പയ്ക്കും ലവ് മാരേജ് ആണോ? മമ്മിയും പപ്പയും ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. വാവ ചെന്നൈക്ക് പോവാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഓരോ സമയത്തും ആ കുട്ടിക്ക് ഒരു പ്രശ്നം വരും. അങ്ങനെയല്ല, ഇപ്പൊ കല്യാണ സമയത്തും കൂടി അവൾക്ക് എക്സാം വന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. വിക്കേടിന്റെ കല്യാണ സമയത്ത് വാകുട്ടിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത. പിന്നെ അങ്ങനെ പിന്നെ വാകുട്ടിക്ക് പൊതുവെ എന്താന്നറിയില്ല, നമ്മൾ എവിടേക്കും പ്ലാൻ ചെയ്ത് അവൾക്ക് എന്തെങ്കിലും അവൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു തിരക്ക് വരും. അവൾക്ക് നമ്മൾ പറയും പോണ കാര്യത്തിൽ മാത്രല്ല എന്റെ മിക്ക കാര്യങ്ങളും എന്തെങ്കിലും ഒരു തടസ്സം വരും. അതെന്താന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ലൈസൻസ് ഉണ്ണിക്കൊക്കെ ചടപ്പൊടെ കിട്ടി. അവൾ എടുക്കാൻ പോകുമ്പോഴേക്കും നിയമം മാറില്ല. ഞാൻ എടുക്കാൻ പോകുമ്പോഴേക്കും ഡേറ്റ് എടുത്താൽ എനിക്ക് മതി. ഡേറ്റ് എടുത്താൽ എനിക്ക് അപ്പൊ ഡേറ്റില് നേരിട്ട് വേറെ ആവശ്യം എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. നിയമം മാറി പറഞ്ഞപ്പോ എല്ലാവരും വന്നിട്ട് ഡേറ്റ് എടുത്തിട്ട് ഡേറ്റ് ഒക്കെ ഫില്ലായിട്ട് എനിക്ക് മെയ്യിലൊക്കെയാണ് ഡേറ്റ് കിട്ടിയത്. ഞാൻ നിങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്, ചിലപ്പോൾ പറഞ്ഞറിയും. എന്നിട്ടും മെസ്സേജിന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു, ഇനിയെങ്കിലും ഒരു റിപ്ലൈ തരണം കേട്ടോ. ഇൻസ്റ്റയില് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തന്നിരിക്കും. കണ്ടിട്ടുണ്ടെച്ചാ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ണിക്കും വാവയ്ക്കും അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. കാരണം അവരുടെ പ്രൊമോഷൻസ് നോക്കും, അല്ലാണ്ട് മെസ്സേജ് ടൈം കുറെ മെസ്സേജുകളും ഇങ്ങനെ വരുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ കാണില്ല ചിലപ്പോ. പിന്നെ അടുത്താണെന്ന് പറഞ്ഞ് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ മെസ്സേജ് വായിച്ചിരിക്കുന്നു. എവിടെ പ്ലേസ് എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്റെ ഇൻസ്റ്റയ്ക്ക് അയച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മള് കയറുമ്പാറുള്ള ഒരു കുട്ടിയും കൂടെ നമുക്ക് മെസ്സേജ് ഇടും. നമ്മള് വണ്ടി കൊണ്ട് നിർത്തുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് 1 കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ. നമ്മള് ബസ് സ്റ്റോപ്പ് അവിടെ പോകുമ്പോ ആ ഉണ്ണി ചേച്ചി വണ്ടി നിർത്തുന്ന സ്ഥലത്തെ കുട്ടിയാണ് ഞാൻ. ചേച്ചി എന്നെ അറിയുമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും കേട്ടാ. എല്ലാവർക്കും ഭയങ്കര സ്നേഹ. അവിടെയോ? നിങ്ങൾ വണ്ടി നിർത്തണ മുന്നത്തെ വീട്ടിലെ
ഉണ്ണിച്ചക്കനോട് വീഡിയോയിൽ വരാൻ പറയുന്നു പറയുന്നുണ്ട്. ഉണ്ണിച്ചക്കൻ ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ണിച്ചക്കൻ നാട്ടിലില്ല, നാട്ടിൽ മീൻസ് ഇവിടെ ഇല്ല, അവൻ മറ്റേ വേറൊരു സ്ഥലത്ത് ജോലി സംബന്ധമായിട്ട് അവിടെയാണ്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പപ്പ എപ്പോഴാണ് നാട്ടിലേക്ക് വരിക, പപ്പ എവിടെയാണെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, പപ്പ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും അറിയിക്കാം. നിങ്ങളുടെ പ്ലേസ് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉള്ളത്, അവരൊക്കെ എന്ത് ചെയ്യണു, നിങ്ങളുടെ വീഡിയോ ഈ അടുത്താണ് കാണാൻ തുടങ്ങിയത്, സോ ഫാമിലിയെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ചേച്ചി ജോലിക്ക് പോകുന്നുണ്ടോ, യുവർ ഏജ്, യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ റീസൺ, ചേച്ചി തന്നെയാണോ ചാനൽ മാനേജ് ചെയ്യുന്നത് അതോ ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടോ, ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയാണ്, പറയാതിരിക്കാൻ വയ്യ, താങ്ക് യു. യൂട്യൂബ് ചാനല് തുടങ്ങാനുണ്ടായ കാരണം നമ്മൾ അന്ന് മറ്റെന്താ പറയാ ടിക്ടോക്ക് ഉണ്ടായിരുന്നു, അന്ന് തമാശക്ക് ചെയ്തതാണ്. പിന്നെ അതിൽ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബിൽ നിങ്ങൾ എവിടെയാ അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. സീരിയസ് ആക്കിയില്ല. പിന്നെ നമ്മൾ ടിക്ടോക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറെ മാസങ്ങൾ വേണ്ടെന്ന് പിന്നെ നമ്മൾ തുടങ്ങിയത്. അന്ന് നമ്മൾ വെറുതെ തുടങ്ങിയതാണ്, പക്ഷെ ഇന്ന് നമ്മൾ അതൊരു ഏണിങ്സ് മാർഗമായിട്ടാണ്. പിന്നെ ആരാ മാനേജ് ചെയ്യുന്ന ചോദിച്ചാൽ ഇപ്പൊ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഹെൽപ്പിന് വേറെ ആളെ വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഉണ്ണിവാവയ്ക്കായിരുന്നു എഡിറ്റ് ചെയ്തിരുന്നപ്പോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ 2 ചാനലുണ്ട്, മമ്മിയാണ്. സെക്കൻഡ് ചാനലിലുള്ളത് അവര് എഡിറ്റിങ് കാര്യങ്ങൾ, ഫസ്റ്റ് ചാനലിൽ ഫുള്ള് ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെന്താ ചോദിച്ചേക്കുന്നത്, ഞാൻ ജോലിക്ക് പോകണ്ടോന്ന്. ഞാൻ ജോലിക്ക് പോകണില്ല കേട്ടോ, എൻ്റെ ജോലി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെയാണ്. പിന്നെ ഇത്രയ്ക്ക് എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ട്, 39 ആണ് കേട്ടോ. അമ്മ ദിവസം കൂടുന്തോറും ഗ്ലാമറായി വരികയാണല്ലോ, അത് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് വയ്യാച്ച പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ അറിയില്ല എന്താന്ന്, ആരാണ് കൂടുതൽ സഹായിക്കാൻ ചോദിച്ചിട്ട് രണ്ടും സഹായിക്കില്ല. ഉള്ള കാര്യം പറയാലോ, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് ആള് വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അവരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഞാനും ആ ജോലിക്ക് വരണം, അവരും ജോലിക്ക് വരാത്ത ചേച്ചി വരാത്തപ്പോ ഞങ്ങൾ ജോലിക്ക് വരാത്ത സമയത്ത് ഉണ്ണി അടിക്കല് തുടക്കല് വീട് ക്ലീൻ ചെയ്യലൊക്കെ ഉണ്ണി ചെയ്യും, വാകുട്ടി പാത്രം കഴുകിത്തരും, തുണിയിടും ഒക്കെ ചെയ്യും. പിന്നെ ജോലിക്ക് വരുന്ന സമയത്ത് എനിക്ക് വേറൊരാളുടെ സഹായം എനിക്ക് ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് വരുന്ന ആ കുട്ടിയോട് പറയും. അപ്പൊ ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ സാലറിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടാറുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ മന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ മറ്റെന്താ പറയാ, പിന്നെ എല്ലാവരും ഇങ്ങനെ അമ്മോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ലവ് സീനൊക്കെ ഇട്ടുണ്ട് ഉമ്മ. പിന്നെ അമ്മേനെ എന്ത് മൊഞ്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ വെച്ചാൽ ഈ Q&A കൊടുത്ത ആ ഫോട്ടോയില് എൻ്റെ ഒരു ഫോട്ടോയാണ് കൊടുത്തേക്കണത്. അപ്പൊ അത് കണ്ടിട്ടാണ് അവര് പറയുന്നത്. അത് കണ്ടിട്ടാണ് കേട്ടോ വരുന്നത്. അന്തവാ കുട്ടി അവര് പറഞ്ഞത്, ആ ഫോട്ടോ കണ്ടിട്ടാണ് കേട്ടാ. ഞാൻ സുന്ദരിയൊക്കെ തന്നെ, അതൊക്കെ അത്രേ ഉള്ളൂ. എന്ത് ബ്യൂട്ടിഫുള്ളാ കാണാന്നൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു മുത്തേ. അമ്മയ്ക്ക് എന്നൊക്കെ അവിടെ അമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഏതൊട്ട് ഇസഡ് വരെ അസുഖമായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു മൈഗ്രെയിന്റെ തലവേദന ഉണ്ട്, ഒരു 20 വർഷമൊക്കെ അതാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അത് ബേസ് ചെയ്തിട്ട് അതിന് കുറെ പെയിൻ കില്ലർ കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണോ എന്താന്ന് അറിയില്ല. അത് ബേസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു, ഹീമോഗ്ലോബിൻ കുറഞ്ഞു, അയൺ കുറഞ്ഞു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ എനിക്ക് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സർജറി കഴിഞ്ഞു. പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ. പിന്നെ ഇപ്പോഴും ഹെൽത്ത് അങ്ങോട്ട് കറക്റ്റായിട്ട് ഓക്കെ ആവാത്തത് എന്താ വെച്ചാൽ ഇപ്പോഴും ഓരോന്നും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് സംഭവം.
അപ്പോൾ ഉണ്ണിക്ക് കല്യാണമൊക്കെ നോക്കണം. ഇപ്പം പഠിക്കുകയല്ലേ, ഒന്നും കൂടി ഒരു ഇതാവട്ടെ കേട്ടോ, എന്നിട്ട് കല്യാണമൊക്കെ നോക്കണം. നല്ലൊരു ചെക്കനെ കൊണ്ട് കല്യാണമൊക്കെ കഴിപ്പിക്കണം. എനിക്ക് എങ്ങനെ ആഗ്രഹിച്ചാൽ, എനിക്കൊരു ആൺകുട്ടികളില്ല, അപ്പോൾ എന്നെ ഒരു സ്വന്തം അമ്മേനെ പോലെ നോക്കുന്ന ഒരാളിനായിട്ട് എനിക്കിഷ്ടം. കാരണം നമ്മളിനെ ഒരു കളങ്കവും ഇല്ലാണ്ട് അമ്മ 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 പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ എനിക്കൊന്നും തരുമൊന്നും വേണ്ട. പക്ഷെ ഒരു ആൺകുട്ടികളില്ലാത്തതിന് ഒരു സ്ഥാനത്ത് ഒരു ആൺമോനെ, ഒരു ആൺമകനെ, അങ്ങനെയാണ് കേട്ടോ എനിക്ക് ആഗ്രഹം. എനിക്ക് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിലും ദൈവം അങ്ങനെ തരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ഒരു ആൺകുട്ടികളെ, എനിക്ക് ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്ന് പറഞ്ഞിട്ട് എത്രയായാലും അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതാണ് കേട്ടോ എനിക്കൊരു ഇത്. അപ്പോൾ വരട്ടെ, അതുപോലെ ഒരു ആൺകുട്ടികൾ വരട്ടെ, ഒരു മക്കൾ ദൈവം വിടട്ടെ. പിന്നെ അവന്തിക ചോദിച്ചിട്ടുണ്ട്, ഉണ്ണീനെയാണോ വാവിനെയാണോ ഏറ്റവും ഇഷ്ടമെന്ന്. ഞാൻ അവന്തികയുടെ പേര് എടുത്തു പറയാൻ കാരണം, അവന്തിക ഈ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അവന്തിയുടെ അമ്മയ്ക്ക് ആരിനെയാണ് ഇഷ്ടം? മോളിനെയാണോ ഇഷ്ടം? മോളുടെ കൂടുതലുള്ള ആൾക്കാരനെയാണോ? ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഒരാളിനെ ഒരിക്കലും എടുത്തു പറയുമ്പോൾ, ഏതെങ്കിലും ഒരു അമ്മ പറഞ്ഞത് നിങ്ങളൊന്ന് കമൻ്റ് ഇട്. ഒരമ്മ ഒരു മക്കളാണ് ഇഷ്ടം എന്ന് പറഞ്ഞു എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇട്. ഒരാൾ ഞാൻ ഉണ്ടോ നോക്കട്ടെ. ഒരിക്കലും ഒരു അമ്മ പറയില്ല. 10 മക്കളുണ്ടെച്ചാൽ ആ അമ്മ ഒരിക്കലും അതൊന്നും ഒരു മക്കളേനെ വേർതിരിച്ച് പറയില്ല. 10 ആളേനെയും പറയുള്ളൂ. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഇപ്പോൾ വാക്കുട്ടി വീഡിയോയിൽ നിൽക്കാൻ വരാത്തതുകൊണ്ട് ഒരുപാട് പേര് പറയും വാക്കുട്ടീനെ അവോയ്ഡ് ചെയ്യാണ്, വാക്കുട്ടി അങ്ങനെയാണ്. പക്ഷെ ഓരോ സാഹചര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ചാനലിലാണ് പറഞ്ഞു തോന്നുന്നു. നിങ്ങൾ ഫസ്റ്റ് ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ, നിങ്ങൾ പോയി കാണണം. ഫസ്റ്റ് ചാനലിലെ പറഞ്ഞതോണു. എന്താ വെച്ചാൽ വാവുകുട്ടി പറഞ്ഞാൽ അവൾ ചെറിയ കുട്ടിയാണ്, അവൾക്ക് അതിൻ്റെതായുള്ള കുറുമ്പും ഓരോ കാര്യങ്ങൾ നമ്മൾ വിളിച്ചവരായി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉള്ള ആളെ വെച്ച് വീഡിയോ ചെയ്യാണ്. നമ്മൾക്ക് നമ്മളുടെ ഏണിങ്സും വരുമാന മാർഗം വീഡിയോ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആരാണോ വരുന്നത് അവരെ വെച്ച് വീഡിയോ ഇടുകയാണ്. നിങ്ങളത് എന്തായാലും മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമം വരും, എന്താ അവരിങ്ങനെ പറയണേ എന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള മകൾ, അതും തെറ്റായ ഒരു ക്വസ്റ്റ്യനാണ്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഒരു മകളില്ല, 2 മകളും, അങ്ങനെ ഒരാളായിട്ടില്ല കേട്ടോ. ഉണ്ണി വാവിൻ്റെ ജീവന. ഉണ്ണിക്ക് എന്തെങ്കിലും ആയാലും എനിക്ക് സഹിക്കില്ല, വാവയ്ക്ക് എന്തെങ്കിലും ആയാലും എനിക്ക് സഹിക്കില്ല. നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളിൽ ഞാൻ വാവയ്ക്കൊക്കെ കുറച്ച് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ വാവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉറക്കൊഴിഞ്ഞിരുന്ന് ഞാൻ നോക്കിയ കുട്ടിയെ വാവ. അവളിനൊക്കെ ഇപ്പോഴും ഞാൻ അവളെന്നെ പണിയിപ്പിക്കില്ല. കാരണം എനിക്ക് അവളെ പണിയാനോ അവളെ പണിയിപ്പിക്കുമ്പോൾ എനിക്ക് വിഷമ. കാരണം എൻ്റെ കുട്ടിക്ക് അത് സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ. ഉണ്ണി എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, കാരണം അവൾക്ക് അതിലുള്ളതുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിങ്ങനെ വാവേനൊക്കെ ഇപ്പോഴല്ല ഓരോ കമൻറ്റ് വരും കേട്ടോ. വാവ ഈ എക്സാമും കാര്യങ്ങളുടെ ഇടയിൽ നമ്മളെപ്പോൾ പോകുമ്പോഴും വാവ ചിലപ്പോൾ ഒഴിവാകും. അവൾക്ക് പിന്നെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ വരില്ല. പിന്നെ നമ്മൾ അവളുടെ വലിയ കുട്ടിയായില്ലേ, അങ്ങനെ ചെറിയ കുട്ടിയായില്ലല്ലോ മിരട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളങ്ങനെ പോകുമ്പോഴും ആ കുട്ടീനെ ഒഴിവാക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ വാവ പറയട്ടെ അങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ എന്നും അടി. ഉണ്ണി മറ്റേ വാവേനെ ഇല്ല മമ്മി കണ്ടില്ല, അടിച്ചു നോക്ക്. അപ്പം അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കമന്റ് ഇടരുത്. ഉണ്ണിയുടെ വീട് ഈസ്റ്റ് ഒറ്റപ്പാലത്താണ് ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഒറ്റപ്പാലത്തല്ല കേട്ടോ. പിന്നെ ഒരുപാട് കമന്റുകള് അല്ല ചോദ്യങ്ങള് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കട്ടാടാ. ആരുടെ വെള്ളം കുപ്പി കുടിച്ച് നമ്മുടെ ഗുളികളൊന്നും എടുത്തിട്ട് തരുമോ പ്ലീസ്? ഗുളി കഴിക്കാൻ സമയം തെറ്റി. മറ്റ് ഫ്ലോറിൻ SBO വേണ്ട, ബാക്കിയല്ല. പിന്നെ നമ്പർ ലീക്ക് ഇട്ടൂടെ. വാവയുടെ നമ്പർ 123789. അപ്പോൾ വാവ ഫോൺ വാങ്ങിച്ചിട്ട് പോയിരിക്കുക കേട്ടോ. വാവയുടെ ഫോൺ കാണാൻ വെച്ചിട്ട് വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ ഡയറ്റ് എടുക്കുമ്പോൾ എനിക്ക് തലവേദനയൊക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് കൂടിയിട്ട് കുറയുന്നൊക്കെ പറയണത്. ഈ തലവേദന മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാത്തതൊന്നുമില്ല. സത്യം പറയാലോ, ഞാൻ മടുത്തു. എനിക്ക് ആ ഹോസ്പിറ്റൽ വേറെയുള്ള അസുഖങ്ങൾ വേറെ, ഈ തലവേദന വരുമ്പോൾ 5 രൂപയുടെ മൈഗ്രെയിനിൽ വേണ്ടൊരു പെയിൻ കില്ലറാണ് കഴിക്കുന്നത്. അത് കഴിക്കാതെ ഇരുന്നാൽ ഛർദ്ദിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ അങ്ങോട്ട് പൊട്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ നെഞ്ച് രണ്ടും കൂടി ഇങ്ങനെ ഛർദ്ദിക്കുമ്പോൾ കൂട്ടിപ്പിടിക്കും. പിന്നെ ശ്വാസം കിട്ടില്ല. അങ്ങനെയൊക്കെയും ബുദ്ധിമുട്ടാട്ടോ. അത് കാരണം ഈ തലവേദനയ്ക്ക് ഞാൻ പോയി നോക്കാത്ത സ്ഥലമില്ല. ഇനി ഞാൻ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഞാൻ അങ്ങനെ പോകാറുണ്ട്, മാറും എന്ന് പറഞ്ഞു.
ഇപ്പം ഞാൻ 24 ദിവസമായിട്ടോ ശരിക്കും ചോറുണ്ടിട്ട് അതല്ലാത്ത ഫുഡോളം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചോറ്, ഇഡലി, ദോശ, ചപ്പാത്തി, പുട്ട് ഒന്നും കഴിക്കാൻ പാടില്ല. എന്നിട്ട് പോലും ഞാൻ എനിക്കാണെന്ന് വെച്ചാൽ ചോറ് ഒരു നേരം 2 വായെങ്കിലും വേണം. അത്രയും ചോറിന് നിർബന്ധമുള്ള ആളാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആൾ ഈ തലവേദന മാറട്ടെ വെച്ചിട്ട് ഞാൻ 24 ദിവസം ഇന്നേക്ക് അരി ഭക്ഷണം കഴിച്ചിട്ട്. പക്ഷെ എങ്കിലും തലവേദന മാറുന്ന പോലെ ഇല്ല. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ മാറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി കുറേ പ്രാർത്ഥിക്കണമെന്ന് അറിയാം. എങ്കിലും വാവേ ഫോൺ പറഞ്ഞതാ. സിരി ഇങ്ങനെ നിന്നാ പ്രവർത്തിക്കില്ല അമ്മീ. സിരി വർക്കാവോ? നീ കാരണം ഇപ്പൊ ആദ്യം തൊട്ട് വന്നു കമന്റ്. എനിക്ക് വിശക്കണു. പയ്യ അതിനല്ലേ പോയത്, പൊക്കോ പോയി കഴിച്ചോ. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലാസ്റ്റ് ഞാൻ വിളിക്കാം, പൊക്കോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ വീട് എവിടെയാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മമ്മിയുടെ ബ്യൂട്ടി സീക്രട്ട് എന്താണ് ചോദിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ബ്യൂട്ടി സീക്രട്ടായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പാക്ക് അങ്ങനെയൊക്കെ ഇടുന്നല്ലാതെ അങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ ആരാ കൂടുതൽ കെയറിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ണി ഓർ വാവാന്ന്. വാവയുടെ രീതിക്ക് വാവ പറഞ്ഞ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ് ഇവിടുത്തെ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും അവളിനെ കെയർ ചെയ്യണം. പക്ഷെ ഉണ്ണി എന്നെ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ണി ഇവിടെ എത്രയായാലും വലിയ കുട്ടിയല്ലേ എന്ന് വെച്ചാൽ ഇപ്പോൾ ചെന്നൈക്കൊക്കെ പോകുമ്പോൾ അവൾ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. മമ്മി ഇനി ബ്ലാക്ക് ചുരിദാർ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് ബ്ലാക്ക് കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് കണ്ട് മടുത്തിട്ടാണോന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ബ്ലാക്ക് ഇടരുതെന്ന് പറയരുത്, വല്ലപ്പോഴൊക്കെ ഇടും. പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. ഫുൾ അഡ്രസ്സ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫുൾ അഡ്രസ്സൊക്കെ എന്തിനാ, വീട് ഒറ്റപ്പാലാണ് കേട്ടോ. പിന്നെ ഉണ്ണിക്കും ഭാവിക്കും ലവ് ഉണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പം ലവ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടെച്ചാൽ നമ്മൾ എന്തായാലും പറയാൻ പറ്റുകയാണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. ഞാനിങ്ങനെ താലി ചെയിൻ പറഞ്ഞിട്ടല്ല, ഞാനിങ്ങനെ ചെയിനൊക്കെ മാറിയിടാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഏത് ചെയിനാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് വിശദമായിട്ട് പറയണം. പിന്നെ പപ്പയുടെ ഫാമിലിയെ കുറിച്ചെന്ന് പറയുന്നുണ്ട്. പപ്പയുടെ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ പപ്പേനെ എന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പപ്പയുടെ ഡ്യൂട്ടി ടൈമൊക്കെ മാറി കേട്ടോ. അതുകൊണ്ടാണ് പപ്പ ഇപ്പോൾ രാത്രിയൊക്കെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ഇതല്ല. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെച്ചാൽ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പപ്പ വരുമ്പോഴത്തേനും ഞങ്ങളിവിടെ ഒരു 8-9 മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഒരു ക്ഷീണത്തിനുണ്ടാവും. അപ്പം പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എൻ്റെ ശരീരം എനിക്ക് ഹെൽത്ത് ഓക്കെ ആവണം ആ നേരം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക. അപ്പം ചിലപ്പോൾ പപ്പയ്ക്ക് അവിടെ ഓക്കെ ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഡ്യൂട്ടിയുടെ ഒരു അങ്ങടും മാറിയ സമയം കൊണ്ടാണ്. പിന്നെ ഡ്രസ് കളക്ഷൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ ഡ്രസ് കളക്ഷനാണ് വേണ്ടതെന്ന് പറയും കേട്ടോ, ചെയ്യാം. ഇപ്പം എനിക്ക് കുറച്ചധികം ഡ്രസ്സുകൾ ഇപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സുകളുണ്ട്. കുറച്ച് പ്രൊമോഷൻ വന്നതാണ്. പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഡ്രസ് കളക്ഷൻ ചെയ്യാം. ഉണ്ണിയുടെ ഹെയർ ജേണി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്ക് ആദ്യം ഇത്ര മുടി ഉണ്ടായിരുന്നു, എൻ്റെ അത്രയൊക്കെ മുടി ഉണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു വൈറ്റമിൻ ഡിയുടെ പ്രശ്നം വന്നിട്ടൊക്കെ പോയതാണ്. വീണ്ടും ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വളരട്ടെ. ഉണ്ണിയും വാവയും അമ്മ എന്താണ് വിളിക്കാത്തതെന്ന് അത് എനിക്കറിയില്ല. അവർ മമ്മീന്ന് വിളിച്ചാൽ അത് അങ്ങനെ ശീലമായിപ്പോയി. ഇനിയിപ്പോൾ അമ്മ എന്ന് വിളിച്ചാലും മമ്മീന്ന് വിളിച്ചാലും ഒക്കെ ഇതല്ലേ. ഇപ്പോൾ മമ്മീന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എൻ്റെ പേരാച്ചിട്ടായിരിക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെച്ചാലും എന്നെ ആരും അങ്ങനെ ചേച്ചിന്ന് വിളിക്കാറില്ല. ചിലപ്പോൾ എൻ്റെയൊക്കെ കുറച്ച് ഏജിന് ഒരു 10th പഠിക്കണ മക്കളുള്ള അങ്ങനെയുള്ള ആൾക്കാർ പോലും എന്നെ മമ്മീന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു സ്നേഹം, എന്തോ എൻ്റെ പേരിപ്പോൾ മമ്മി എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഫീലാട്ടോ. എല്ലാ മക്കളും അതെ മമ്മീന്നാണ് വിളിക്കുക. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. നിങ്ങളുടെ വണ്ടികൾ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ്. വണ്ടികളിപ്പോൾ ഉണ്ണി വാവയൊക്കെ ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തും, കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ കറക്റ്റായിട്ട് സർവീസ് ചെയ്യും. പിന്നെ ഉണ്ണി വാവയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടി പ്രത്യേക ആളൊന്നുമില്ല. പിന്നെ എൻ്റെ ബ്രദറൊക്കെ വരുമ്പോൾ അവരൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ
മമ്മിയുടെ ബ്രദർ എന്തിനാ ചെന്നൈയിൽ നിൽക്കുന്നത്? അപ്പോൾ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണോ അവിടെ? മമ്മിയുടെ ബ്രദർ ചെന്നൈയിൽ നിൽക്കുന്നത് ജോലിയുടെ ആവശ്യമായിട്ടാണ്. അവൻ അവിടെയാണ് അവൻ്റെ ജോലി. അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ല, ഏടത്തിയമ്മുണ്ട്, 2 മക്കളും ഉണ്ട്. വാവയുടെ ഹെയർ കെയർ എന്താന്ന് പറയുന്നു ചോദിച്ചിട്ടുണ്ട്. വാവ സ്മൂത്തനിങ് ചെയ്താണ് കേട്ടോ. വാവ അതിന് ശേഷം അവൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോയ്ക്ക് ഇടാൻ പറയാം കേട്ടോ. മമ്മിയുടെ തലവേദനയ്ക്ക് എന്താ ചെയ്യുന്നത്, എവിടെയാണ് കാണിക്കുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? തരാൻ മറക്കരുതെന്ന്. എൻ്റെ തലവേദനയ്ക്ക് ഇപ്പോഴും ഒരു പ്രതിവിധി ആയിട്ടില്ല, മാറിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് പരീക്ഷിക്കുന്നുണ്ടെങ്കിലും എനിക്ക് മാറിയിട്ടില്ല. മാറുകയാണെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായും എവിടെ നിന്നാണ് എന്തുകൊണ്ടാണ് മാറുന്നത് വെച്ചാൽ ഞാൻ ആ കാര്യം ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്കൊന്നും ഒരു ഭേദം ആയിട്ടില്ല. അത് പിന്നെ ഞാൻ എങ്ങനെ ഷെയർ ചെയ്യാം? പിന്നെ ഹായ്, ഈ സന്തൂർ മമ്മിക്ക് എത്ര വയസ്സുണ്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹായ്, ഈ സന്തൂർ മമ്മിക്ക് എത്ര വയസ്സുണ്ട്, എത്ര ഏജിലാണ് മാരേജ് ആയത്, എത്രാമത്തെ വയസ്സിലാണ് കുഞ്ഞുണ്ടായത്, ഉണ്ണി ഏത് കോളേജിലാണ് പഠിക്കുന്നത്, യുവക്ഷേത്ര കോളേജാണോ, അമ്മയും മക്കളും തമ്മിലുള്ള ബോണ്ടിങ് സൂപ്പറാണ്, ഇതെല്ലാം വീട്ടിലും ഉണ്ടായാൽ അടിപൊളിയായേനെ. സോ അപ്പോൾ പാരൻറ്റിങ് ടിപ്സിനെ പറ്റി പറയാവോ? കുട്ടികൾ പേടിക്കാതെ മടിക്കാതെ എന്തും തുറന്നു പറയാവുന്ന തരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സൗഹൃദം അമ്മ എന്ന നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? ഈ ചോദ്യങ്ങൾ എല്ലാം ഉത്തരം പറഞ്ഞില്ലെങ്കിലും 5ാമത്തെ ചോദ്യത്തിൽ എന്തായാലും ഉത്തരം പറയാമോ? മറ്റു പാരൻസിന് അത് ഹെൽപ്ഫുൾ ആകുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം. വേറൊന്നുമല്ല, നമ്മൾ മക്കളേനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മക്കളേനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഇതുണ്ടാവണം കേട്ടോ, ഒരു ബോണ്ടിങ് ഉണ്ടാവണം. കാരണം എന്താ പറഞ്ഞാൽ അവർ പെൺകുട്ടികളാണ്, വളർന്നു വരികയാണ്. അപ്പോൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ ഓരോ തരത്തിലെത്തുമ്പോൾ അവർ മാറി മാറി വരുമെങ്കിലും നമ്മളതൊക്കെ മനസ്സിലാക്കണം. കാരണം നമ്മൾ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. പിന്നെ ചില കുട്ടികളുണ്ട്, നമ്മൾ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചതിക്കുഴിയിൽ പോയി വീഴേണ്ട കുട്ടികളാണെന്ന് വെച്ചാൽ അത് വീണിരിക്കും കേട്ടോ. അത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്. പിന്നീടാണ് അവർക്കത് ഫേക്ക് ആണെന്നും നമ്മൾ പോയ സ്ഥലം ശരിയല്ല എന്നും നമ്മളെ ചതിക്കായിരുന്നു പറ്റിക്കായിരുന്നു നമ്മുടെ മക്കളെ അറിയുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കൊടുത്താലും ചില മക്കൾ പെടേണ്ടതാണെന്ന് വെച്ചാൽ പെടും. എന്താ പറയാനുള്ളത് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ മക്കളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. കാരണം എന്തും തുറന്നു പറയാതിരുന്നു കഴിഞ്ഞാൽ അവർക്കത് നമ്മളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുറയും. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തുണ്ടെങ്കിലും അവരോട് പറയും. ഞാൻ അവരോട് പറയും തല പോവാണെച്ചാലും എന്നോട് പറയണം, പറയാതിരിക്കരുത് എന്ന്. എൻ്റെ മക്കൾ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എന്തുണ്ടെച്ചാലും എന്നോട് പറയും, പറയാതിരിക്കില്ല. കാരണം ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഫ്രീഡം അങ്ങനെയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ നമ്മുടെ മക്കൾക്ക് ഫ്രീഡം കൊടുത്താലും അവർക്ക് അവരിന് ചില ആൾക്കാരെ ചതിയിൽ പെടുത്തും. അപ്പം അത് നമ്മുടെ മക്കളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ വളരാൻ പോണ പ്രായത്തിൽ നമ്മൾക്ക് ആ കുട്ടികൾക്ക് എന്താ ഏതാന്ന് അറിയാൻ പറ്റില്ല. ചില കുട്ടികൾ അങ്ങനെയും പോയിട്ട് ചതിയിൽ പെടാറുണ്ട്. അപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ചതിക്കുഴികളെ കുറിച്ചും ഇതുപോലെ കാര്യങ്ങൾ നടക്കും, ആൾക്കാർ ഇങ്ങനെ